ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആശ. ഞാൻ മൈക്രോ നീഡിലിങ്ങിനെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേര് ചോദിച്ചു, മൈക്രോ നീഡിലിംഗ് എന്ന് പറയുന്ന ഫേഷ്യൽ എങ്ങനെയാണ് ചേച്ചി നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറുപടിയാണ്. നമ്മുടെ സ്കിന്നിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, 3 പാളികളുണ്ട്. ഏറ്റവും പുറമേട്ട് എപ്പിഡെർമിസ്, പിന്നെ ഡെർമിസ്, പിന്നെ ഹൈപ്പോഡെർമിസ്. അങ്ങനെ 3 ലെയറാണ് നമ്മൾ മെയിൻ പാർട്ടായിട്ട്. ഒരുപാട് നമുക്ക് മൊത്തം 7 പാളികളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് മെയിനായിട്ട് 3 മെയിൻ ഇത്. അതിൽ ഏറ്റവും പുറം പാളി, ആ എപ്പിഡെർമിസിൽ തന്നെ 5 ലെയർ പിന്നെയും ഉണ്ട്. നമുക്ക് ഈ നീഡിലിംഗ് ചെയ്യുമ്പോഴത്തേക്കും നീഡിലിങ്ങിൻ്റെ സൂചിയുടെ അളവ് വെച്ചിട്ട് നമ്മുടെ ഈ ഏറ്റവും പുറമെ 5 ലെയറിലുള്ള പാളിയിൽ ഏകദേശം ഈ നീഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. നീഡിൽ ഏകദേശം ആ സ്കിന്ന് പൊളിയുന്നുണ്ട്. നമ്മൾ നീഡിൽ ചെയ്യുന്നതിൻ്റേതായിട്ട് ആ സ്കിന്ന് ഫുള്ള് പൊളിഞ്ഞളവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സിറ്റിംഗ് കൊണ്ട് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് സ്കിന്നിലുള്ള പ്രോബ്ലംസ് ഒന്നും മാറത്തില്ല. നമ്മളത് ട്രീറ്റ്മെൻറ്റ് രീതിയിലാണ് ചെയ്തത്. അത് ചിലപ്പോൾ ചിലർക്ക് 3 സിറ്റിംഗ്, അതായത് ഓരോ ആൾക്കാർക്കും ഈ പിഗ്മെൻറ്റേഷൻ പാടെന്ന് പറയുന്നത് എത്ര ഷെയ്ഡുണ്ട്, എത്രത്തോളം ഡാർക്കായിട്ടുണ്ട്, അതിനനുസരിച്ചാണ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ ചെറിയ ഇതായിരിക്കും, എങ്കിൽ ഒരു സിറ്റിങ്ങിൽ തന്നെ പോകും. ചിലർക്ക് 2 എണ്ണം, ചിലപ്പോൾ 3, മാക്സിമം 8 എണ്ണത്തിനകത്ത് തന്നെ ഒരു പരിധി വരെ എല്ലാവർക്കും പോകുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 ദിവസത്തിന് ശേഷമാണ് അടുത്തത് ചെയ്യുന്നത്. കാരണം ഈ 15 ദിവസം നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുന്നത് ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ പൊളിഞ്ഞു പോകുന്ന കാര്യം പറഞ്ഞു. ഈ ഫുൾ പീലിംഗ് നടക്കുകയാണ്. ഈ പീലിംഗ് ഫുൾ പൂർത്തിയായതിനു ശേഷം അടുത്ത പുതിയ ഒരു ലെയർ അതിൽ വരികയാണ്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡെഡ് സ്കിൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ആഴത്തിലോട്ട് പോയിട്ട് കുറച്ചുകൂടെ ഡെഡ് സ്കിൻ പോകും. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ആ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്ത് അപ്പം താഴെ നിന്നുള്ള ആ കറുത്ത ഷെയ്ഡ് കുറച്ച് മുകളിലോട്ട് പോയി വരികയും അത് പിന്നെയും നമ്മൾ ആ ലെയർ മാറ്റിക്കൊടുത്ത് ഇതിൻ്റെ ഡാർക്ക്നെസ് നമ്മൾ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും മൈക്രോ നീഡിലിങ്ങിൽ നടക്കുന്നത്. അതിന് ശേഷം മാത്രം ആ ഡെഡ് സ്കിൻ മാറ്റിയതിന് ശേഷം നമ്മൾ മെഡിസിൻ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. ഇല്ലാതെങ്കിൽ നമ്മൾ ചാമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന അവസ്ഥയാണ്. അതായത് ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് പിടിക്കത്തില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലോട്ട് ശരിക്കും മരുന്ന് അബ്സോർബ് ആവുകയും കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും.